ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സമുദ്ര സുരക്ഷ കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി ഇന്ത്യ. മികച്ച നിരീക്ഷണശേഷി ഉറപ്പാക്കുന്ന ഹോക്ക് ഐ 360 സാങ്കേതികവിദ്യ അമേരിക്കയിൽ നിന്നും വാങ്ങാൻ ധാരണ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മുംബൈയിൽ സംഘടിപ്പിച്ച ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സിന് ഇന്ന് സമാപനം. ടൂറിസം രംഗത്ത് കേരളം മുന്നേറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടൂറിസം കേന്ദ്രങ്ങളെ ലോകശ്രദ്ധയിലേക്ക് എത്തിക്കുമെന്നും മുഖ്യമന്ത്രി. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനായുള്ള നീറ്റ് UG പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക്. 5000-ലധികം കേന്ദ്രങ്ങളിലായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ഇന്ന് ബീഹാറിൽ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ആഫ്രിക്കൻ രാജ്യങ്ങളുമായി സുസ്ഥിരമായ പങ്കാളിത്തത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അംഗോള പ്രസിഡന്റ് ജോവോ ലൊറൻസോയ്ക്ക് ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. അംഗോള ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇന്ത്യ പ്രത്യേക സൌഹൃദം പങ്കിടുന്നുണ്ടെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. ആഫ്രിക്കയിൽ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അംഗോള വഹിച്ച പങ്കിനെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ന് മധ്യപ്രദേശിലെ ഗ്വാളിയോർ സന്ദർശിക്കും. വൈകുന്നേരം രാജ്മാത വിജയരാജ്യ സിന്ധ്യ കൃഷി വിശ്വവിദ്യാലയത്തിൽ അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും അദ്ദേഹം സംവദിക്കും. നഗരത്തിൽ സംഘടിപ്പിക്കുന്ന പ്രാദേശിക പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ലോറൻസ് വോങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ ശക്തവും ബഹുമുഖവുമായ പങ്കാളിത്തമുണ്ടെന്നും ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വോങ്ങുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മികച്ച നിരീക്ഷണശേഷി ഉറപ്പാക്കുന്ന ഹോക്ക് ഐ 360 സാങ്കേതികവിദ്യ ഇന്ത്യയ്ക്ക് കൈമാറുന്നതിനുള്ള വിൽപ്പന ഉടമ്പടിക്ക് അംഗീകാരം നൽകി US. ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ സമുദ്രമേഖല അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ഈ നീക്കം സഹായിക്കും. ഇതിലൂടെ ഇന്ത്യൻ സേനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ അനധികൃത മത്സ്യബന്ധനം, കള്ളക്കടത്ത് എന്നിവ തിരിച്ചറിയാനും ഫലപ്രദമായ നിരീക്ഷണം നടത്താനും കഴിയും. മേഖലയിലെ ഭീഷണികളെ നേരിടാൻ ഈ നൂതന സാങ്കേതികവിദ്യ ഇന്ത്യയ്ക്ക് സഹായകമാകുമെന്ന് US പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി അഭിപ്രായപ്പെട്ടു. ആർട്ടിക് മേഖലയ്ക്ക് ആഗോള പ്രാധാന്യമുണ്ടെന്നും ഇന്ത്യയ്ക്ക് ആർട്ടിക് മേഖലയുമായി വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തമുണ്ടെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ നടന്ന ആർട്ടിക് സർക്കിൾ ഇന്ത്യ ഫോറം 2025 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ ഒരു ആർട്ടിക് നയം കൊണ്ടുവന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ സൃഷ്ടിപരമായ ശക്തി ഉയർത്തിക്കാട്ടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മുംബൈയിൽ സംഘടിപ്പിച്ച ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 ഇന്ന് സമാപനമാകും. വിശദാംശങ്ങളിലേക്ക്. നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, നിക്ഷേപകർ, ഉള്ളടക്ക സൃഷ്ടാക്കൾ തുടങ്ങിയവരുടെ സംഗമത്തിനാണ് വേവ്സ് ഉച്ചകോടി വേദി സാക്ഷിയായത്. മാധ്യമങ്ങൾ, വിനോദം, ഡിജിറ്റൽ നവീകരണം തുടങ്ങിയവയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാൻ ലക്ഷ്യമിട്ടാണ് 4 ദിനം നീണ്ട ഉച്ചകോടി സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്ന് ചലച്ചിത്ര നിർമ്മാണം, സാംസ്കാരിക മേഖല എന്നിവയെക്കുറിച്ചുള്ള സെഷനുകൾ പുരോഗമിക്കുകയാണ്. സർഗാത്മക വ്യവസായ മേഖലയിലെ ആഗോള സഹകരണത്തിനുള്ള പ്രധാന വേദിയായി മാറിയിരിക്കുകയാണ് വേവ്സ് ബസാർ. അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യവസായ പരിവർത്തനത്തിന്റെ ഒരു പുതിയ യുഗത്തിന് വേദിയൊരുക്കുക കൂടിയാണ് വേവ്സ് ബസാർ. ഉദ്ഘാടന പതിപ്പിൽ ഇതുവരെ സിനിമ, സംഗീതം, റേഡിയോ, VFX, അനിമേഷൻ മേഖലകളിലായി 800 കോടിയിലധികം രൂപയുടെ വ്യവസായ ഇടപാടുകളാണ് നടന്നത്. ലൈവ് ഇവന്റ്സ് എക്കണോമി, എ സ്ട്രാറ്റജിക് ഗ്രോത്ത് ഇംപെറേറ്റീവ് എന്ന പേരിലുള്ള ഇന്ത്യയുടെ ധവളപത്രം ഇന്നലെ പുറത്തിറക്കിയിരുന്നു. 90-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 10,000-ലധികം പ്രതിനിധികളാണ് ഉച്ചകോടിയുടെ ഭാഗമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനായുള്ള ഈ വർഷത്തെ നീറ്റ് UG പ്രവേശന പരീക്ഷ ഇന്ന്. ഇന്ത്യയിലെ 5000-ലധികം കേന്ദ്രങ്ങളിലും വിദേശത്തെ 13 നഗരങ്ങളിലും പരീക്ഷ നടക്കും. 22.7 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് പരീക്ഷ. പരീക്ഷയ്ക്കായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു.
ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം ഇന്നലെ രാത്രി നടത്തിയ വെടിവയ്പ്പിന് തിരിച്ചടി നൽകി ഇന്ത്യൻ സൈന്യം. യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുകയായിരുന്നു. ജമ്മു കശ്മീരിലെ കുപ്വാര, ബാരാമുള്ള, പൂഞ്ച് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് സംഭവം. പഞ്ചാബിൽ പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തിയതിന് 2 പേരെ അമൃത്സർ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ പലക്ഷർ മാസിക്, സൂരജ് മാസിക് എന്നിവർ അമൃത്സർ ആസ്ഥാനമായുള്ള ആർമി കന്റോൺമെന്റ് പ്രദേശങ്ങളുടെയും വ്യോമത്താവളങ്ങളുടെയും തന്ത്രപ്രധാനമായ വിവരങ്ങളും ഫോട്ടോകളും ചോർത്തിയതിൽ പങ്കാളികളാണെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളം ടൂറിസം രംഗത്ത് വൻ കുതിപ്പാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ മുഴപ്പിലങ്ങാടി ബീച്ചിൽ നടപ്പാക്കുന്ന ടൂറിസം വികസന പദ്ധതിയുടെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഞ്ചാരികളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ടൂറിസം കേന്ദ്രങ്ങളെ ലോകശ്രദ്ധയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്ന സംഭവത്തെ തുടർന്ന് ബദൽ സംവിധാനം സജ്ജമാക്കി. ഇന്നു മുതൽ പഴയ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ ഉറപ്പാക്കും. ബീച്ച് ആശുപത്രി കാഷ്വാലിറ്റിയിലും സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതിയിൽ വിദഗ്ധ സംഘം സമഗ്ര അന്വേഷണം നടത്തുകയാണ്. തൃശൂർ പൂരത്തിന് മുന്നോടിയായിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് രാത്രി 7 മണിക്ക് നടക്കും. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പൂരം ചമയ പ്രദർശനത്തിനും തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. പൂരം പെയ്തിറങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വൈകിട്ട് 7 മണിയോടെയാണ് സാമ്പിളിന് തിരികൊളുത്തുക. രാവിലെ ചമയ പ്രദർശനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. നാളെ പൂരത്തിന് നാന്ദി കുറിച്ച് വടക്കുംനാഥ ക്ഷേത്രം തെക്കേ ഗോപുര നട തുറക്കും. ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. തിരുവമ്പാടിയാണ് ആദ്യം സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തുക. തുടർന്ന് പാറമേക്കാവിന്റെ വെടിക്കെട്ടും നടക്കും. സ്വരാജ് റൌണ്ടിൽ നിന്ന് ഇത്തവണ വെടിക്കെട്ട് ആസ്വദിക്കാനും അവസരമുണ്ട്. ഇന്ന് 3:30 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. സ്വകാര്യ വാഹനങ്ങൾക്ക് നഗരത്തിന്റെ ഔട്ടർ റിംഗ് വരെ മാത്രമേ പ്രവേശന അനുമതിയുണ്ടാകൂ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഇന്ന് ബീഹാറിൽ തുടക്കമാകും. പട്ന, രാജ്ഗീർ, ഗയ, ഭഗൽപൂർ, ബെഗുസാരായ് എന്നീ 5 നഗരങ്ങളിലായി ഈ മാസം 15 വരെയാണ് ഗെയിംസ് നടക്കുക. തെരഞ്ഞെടുത്ത മത്സരങ്ങൾ ന്യൂഡൽഹിയിൽ നടക്കും. 28 കായിക ഇനങ്ങളിലായി 5000 അത്ലറ്റുകൾ മത്സരിക്കും. ഇന്ന് അമ്പെയ്ത്ത്, കബഡി, വോളിബോൾ മത്സരങ്ങൾ നടക്കും. പട്നയിലെ പാട്ലിപുത്ര സ്പോർട്സ് കോംപ്ലക്സിലാണ് ഉദ്ഘാടന ചടങ്ങ്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും നേരിടും. ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന സൈക്ലിംഗ് വിത്ത് ടീച്ചേഴ്സ് എന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ സംരംഭത്തിന്റെ പ്രത്യേക പതിപ്പിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. പൊണ്ണത്തടിക്കെതിരായ പോരാട്ടത്തിൽ അധ്യാപകർ, പരിശീലകർ എന്നിവരുടെ പങ്ക് എടുത്തുകാണിക്കുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോമിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തി DRDO. മധ്യപ്രദേശിലെ ഷിയോപൂർ ട്രയൽ സൈറ്റിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഏകദേശം 17 കിലോമീറ്റർ ഉയരത്തിലേക്കാണ് പേലോഡ് വഹിച്ചുകൊണ്ട് എയർഷിപ്പ് പറന്നുയർന്നത്. ആഗ്രയിലുള്ള ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. പരീക്ഷണം വിജയിച്ചതിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ ബദ്രിനാഥ് ധാമിന്റെ കവാടങ്ങൾ തുറന്നു. ഇതോടെ ഉത്തരാഖണ്ഡിലെ ആരാധനാലയങ്ങളായ കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി, ബദ്രിനാഥ് എന്നിവ തീർത്ഥാടകർക്കായി തുറന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സമുദ്ര സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങി ഇന്ത്യ. മികച്ച നിരീക്ഷണ ശേഷി ഉറപ്പാക്കുന്ന ഹോക്ക് ഐ 360 സാങ്കേതിക വിദ്യ അമേരിക്കയിൽ നിന്നും വാങ്ങാൻ ധാരണ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മുംബൈയിൽ സംഘടിപ്പിച്ച ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 ഇന്ന് സമാപനം. ടൂറിസം രംഗത്ത് കേരളം മുന്നേറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടൂറിസം കേന്ദ്രങ്ങളെ ലോകശ്രദ്ധയിലേക്ക് എത്തിക്കുമെന്നും മുഖ്യമന്ത്രി. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനായുള്ള നീറ്റ് UG പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക്. 5000-ലധികം കേന്ദ്രങ്ങളിലായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ഇന്ന് ബീഹാറിൽ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ 2 മത്സരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.